ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകമെമ്പാടുമുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ സുപ്രഭാതം. ജീവിതത്തിൻ്റെ വഴി അല്ലെങ്കിൽ മരണത്തിൻ്റെ വഴി, ദ വേ ഓഫ് ലൈഫ് ഓർ ദ വേ ഓഫ് ഡെത്ത്. അനുഗ്രഹീതമായ ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ മാനവരാശിക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു. ഇന്ന് ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ എൻ്റെ ഹൃദയം ഉണരുന്നത് ഒരു വലിയ യാചനയുമായാണ്. അത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, മറിച്ച് കരുണയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് ജീവനും സമാധാനത്തിനും വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ ജീവൻ നിലനിർത്താനായി നമുക്ക് നഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കേണ്ടി വരും. ചിലപ്പോൾ കീഴടങ്ങൽ എന്നത് ഒരു പരാജയമല്ല, അത് ജ്ഞാനമാണ്, ദൈവിക ജ്ഞാനമാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തിന് മുൻപിൽ 2 പാതകൾ വെച്ചു, ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും. അഹങ്കാരത്തോടെ അതിനെ എതിർത്തവർ നാശത്തെ അഭിമുഖീകരിച്ചു. എന്നാൽ കീഴടങ്ങിയവർ ജീവിച്ചു, സമാധാനം കൈവരിച്ചു. ഇതൊരു ബലഹീനതയായിരുന്നില്ല, ഇത് ദൈവികമായ കാത്തുസൂക്ഷിക്കലായിരുന്നു. ഇന്ന് അതേ സത്യം രാഷ്ട്രങ്ങളിലുടനീളം അലയടിക്കുന്നു. യുദ്ധം സങ്കല്പിക്കാനാവാത്ത ദുഃഖമാണ് കൊണ്ടുവരുന്നത്. ഓരോ ദിവസവും ദൈവം സ്നേഹിക്കുന്ന ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു, കുടുംബങ്ങൾ തകരുന്നു, മാനവികത രക്തം ചിന്തുന്നു. സമാധാനം തിരഞ്ഞെടുക്കുന്നത് ഒരു കുറവാണെന്ന് ഒരു രാജ്യവും കരുതരുത്. ജീവന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു പരാജയമാണെന്ന് ഒരു നേതാവും ചിന്തിക്കരുത്. കീഴടങ്ങൽ അത് താൽക്കാലികമാണെങ്കിൽ പോലും സമാധാനം കൊണ്ടുവരുമെങ്കിൽ അത് ധൈര്യത്തോടും വിനയത്തോടും കൂടി സ്വീകരിക്കപ്പെടേണ്ടതാണ്. കാരണം നാം ആരാധിക്കുന്ന കർത്താവ് അവിടുത്തെ ഏകജാതനായ പുത്രനെ ബലിയായി നൽകിയത് ഒരു രാജ്യത്തിനു വേണ്ടിയല്ല, മറിച്ച് മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയാണ്. ആ നിത്യമായ ത്യാഗം ഇന്നത്തെ ചർച്ചകളിൽ ഏവരുടെയും ഹൃദയങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സമാധാനം നേടാതെ ആരും ആ ചർച്ചകളിൽ നിന്ന് ഇന്ന് മടങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഇന്ന് നേതാക്കൾ ഇസ്ലാമാബാദിൽ ഒത്തുകൂടുമ്പോൾ കേൾക്കുന്ന ഏവരോടും ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു, അല്പനേരം ദൈവസന്നിധിയിൽ ഇരിക്കൂ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ. കണ്ണുനീരോടെ ദൈവത്തിൻ്റെ ജ്ഞാനം ആ സമ്മേളനത്തിലേക്ക് ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കൂ. അവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും നാശത്തിലേക്കല്ല, സമാധാനത്തിലേക്ക് നയിക്കാനായി പ്രാർത്ഥിക്കൂ. ജീവൻ്റെ വഴി തേടാതെ നേടാതെ ആരും അവിടെ നിന്ന് മടങ്ങരുതെന്ന് പ്രാർത്ഥിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെയും സമാധാനത്തിൻ്റെയും ദൈവമായ കർത്താവേ, ഭാരപ്പെട്ട ഹൃദയങ്ങളോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. മുറിവേറ്റ ഈ ലോകത്തെ അങ്ങ് കടാക്ഷിക്കണമേ. നേതാക്കളുടെയും തീരുമാനമെടുക്കുന്നവരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. അവരിൽ നിന്ന് അഹങ്കാരവും കോപവും പ്രതികാരബുദ്ധിയും നീക്കം ചെയ്യണമേ. ജയത്തേക്കാൾ ജീവന് വില നൽകുന്ന ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ പ്രവാചകൻ്റെ ശബ്ദത്തിലൂടെ അന്ന് അങ്ങയുടെ ജനത്തെ നയിച്ചതുപോലെ ഇന്ന് ഈ രാഷ്ട്രങ്ങളെയും നയിക്കണമേ. നാശത്തിന്മേൽ സമാധാനം വിജയിക്കുമാറാകണമേ. അഹങ്കാരത്തിന്മേൽ വിനയം ജയിക്കുമാറാകണമേ. മരണത്തിന്മേൽ ജീവൻ വിജയിക്കുമാറാകണമേ. ഓരോ രാഷ്ട്രത്തെയും ഓരോ നേതാവിനെയും ഓരോ നിഷ്കളങ്ക ജീവനെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.